കഴിഞ്ഞ ദിവസം ദില്ലിയിൽ കൂടിയ BJP ഭാരവാഹികളുടെ യോഗത്തിൽ അമിത്ഷാ കർശനമായ ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സീറ്റ് ഇല്ല എങ്കിലോ അല്ലെങ്കിൽ സീറ്റ് കുറഞ്ഞാലോ പറയുന്ന കാര്യം, ആ സീറ്റുകൾ UP-യിൽ നിന്നോ ബീഹാറിൽ നിന്നോ പാർട്ടി അഡ്ജസ്റ്റ് ചെയ്യും, അതായത് അവിടെ കൂടുതൽ സീറ്റ് നേടും എന്നുള്ള രീതിയിലാണ്. ആ ഒരു സംസാരം ഇനി ആവശ്യമില്ല. എല്ലാ സംസ്ഥാനത്തും സീറ്റുകൾ ഉണ്ടാകണം. അതും മാത്രവുമല്ല, 50% വോട്ട് ഈ 2024 തെരഞ്ഞെടുപ്പിൽ നേടിയേ മതിയാകും. നമുക്കറിയാം, ഇതേപോലെ ടാർഗറ്റ് ഫിക്സ് ചെയ്തായിരുന്നു അവർ ഗുജറാത്തിൽ മത്സരത്തിന് ഇറങ്ങിയത്. കോൺഗ്രസിൻ്റെ ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആ റെക്കോർഡ് അവർ ബ്രേക്ക് ചെയ്യുക തന്നെ ചെയ്തു. ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 1984 404 സീറ്റുകളുമായാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. അന്ന് കോൺഗ്രസ് നേടിയത് 49.1% വോട്ടായിരുന്നു. അത് ഇത്തവണ 2024 50% വോട്ടാക്കി ഉയർത്തിയേ മതിയാകൂ എന്നൊരു കർശന നിർദ്ദേശം. പണിയെടുക്കാത്തവർ പാർട്ടിയിൽ വേണ്ട. ഒപ്പം തന്നെ എക്സ്ക്യൂസുകൾ, അതായത് ഒഴിവ് കഴിവുകൾ പറയേണ്ട ആവശ്യങ്ങളില്ല. കൃത്യമായി തന്നെ വോട്ടിംഗ് ശതമാനം ഉയർത്തണം. എല്ലാ സംസ്ഥാനത്തും സീറ്റുകൾ ഉണ്ടാകണം. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സീറ്റ് കുറഞ്ഞാൽ മറ്റു സംസ്ഥാനത്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള പതിവ് പല്ലവി ഇനി വേണ്ട എന്നുകൂടി അമിത്ഷാ കർശന നിർദ്ദേശം നൽകുന്നു. ഒപ്പം തന്നെ എല്ലാ സംസ്ഥാനത്തും ക്ലസ്റ്റർ യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും ഈ ക്ലസ്റ്റർ യോഗങ്ങളിലെല്ലാം മുതിർന്ന കേന്ദ്ര നേതാക്കൾ തന്നെ പങ്കെടുക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്തു. ഏതായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എല്ലാ സംസ്ഥാന ഭാരവാഹികൾക്കും ഇല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്കും ബൂത്ത് തല പ്രവർത്തകർക്കും എല്ലാം വിയർപ്പൊഴുക്കേണ്ടി വരും, നന്നായി കഠിനാധ്വാനം ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്താകും എന്നുള്ള വ്യക്തമായ സൂചനയാണ്. അതൊരു സൂചന മാത്രമല്ല, നമ്മൾ ഈ സമീപകാലത്ത് വിവിധ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാരെ മാറ്റുന്നതും മുഖ്യമന്ത്രിമാരെ മാറ്റുന്നതൊക്കെ നാം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനം തെറിക്കാൻ അധികം സമയം വൈകില്ല. ഏതായാലും കഠിനമായി പണിയെടുക്കണം എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത് കർശന നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് ന്യൂസ് നമ്പറാണ്.